എൻ്റെ അഭിപ്രായമാണ് രഞ്ജിത്തിൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു പ്രകൃതമാണ് പണ്ടും, ഇപ്പോഴൊന്നും അല്ല, ഇങ്ങനൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഓരോരുത്തരെ നേച്ചർ മാറ്റാൻ പറ്റും. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ വിമർശിക്കുന്നത് ആരോടും പറയും, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു സ്നേഹിതൻ എന്ന നിലയിൽ ഒരു രഞ്ജിത്ത് ഒരു നല്ല ദുഷ്ടനൊന്നുമല്ല, വളരെ നല്ല മനസ്സിൻ്റെ ഉടനെ കാണുന്നതൊന്നുമല്ല. ഈ ചുമ്മാ ഈ വർത്തമാനം പറയുമ്പോൾ കാണാൻ അയാൾ വളരെ നല്ലൊരു, എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊന്നും അങ്ങനെ അധികം, വ്യക്തി ജീവിതത്തിൽ വളരെ നല്ല മനുഷ്യൻ, ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളാണ്. ഈ പറയുന്ന ഒന്നും മാടമ്പിക്കുന്നു അദ്ദേഹത്തെ വിളിക്കുന്നു. എനിക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം ഞാൻ തുറന്ന് പറയുമ്പം മാടമ്പിയാന്ന് പറയുന്ന പേരുണ്ട്. അങ്ങനെ മാടമ്പികളും അടിമകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാവരും പറയുന്നില്ലേ, അതുപോലെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കലാപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. പക്ഷേ രഞ്ജിത്തിനെ ഒരിക്കലും ഒരു മനുഷ്യത്വമില്ലാത്ത ആളാണ്, വളരെ മനുഷ്യത്വമുള്ളതാണ്. ഒരുപാട് പേരെ സഹായിച്ചത്. എന്നെ പേരെടുത്ത് പറയുന്നില്ല. നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ കൂടെ നിന്ന് സഹായിക്കാനുള്ള മനസ്സിൽ ഒരു നല്ല സ്നേഹിതനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. പക്ഷെ ഇപ്പം എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞാൽ ഞാനൊരു തമാശയായിട്ട് എടുക്കില്ല. അതൊന്നും ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാണ്. രഘുവിനെ പറ്റിയൊക്കെ ചില കമൻറ്റ്, അത് ആ ഭീമൻ രഘു എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ആ ഒരു നമ്മുടെ ഒരാളാണല്ലോ എന്നുള്ള ഇത് അല്ലെ കുറ്റമായിട്ട് പറയുന്നില്ല. ഇപ്പം മുകേഷിൻ്റെ കഥകൾ നമ്മൾ കാണാം, മുകേഷ് കഥകൾ, അത് മുകേഷ് ദുഷ്ടത്തരം കൊണ്ട് പറയുന്നതല്ലല്ലോ. ചില തമാശകൾ നമ്മളെ പറ്റിയൊക്കെ പറയുമ്പം ചിരിക്കും. അപ്പം അത്തരത്തിലുള്ള കഥകളാണ്. അത് നമ്മളൊരു അദ്ദേഹം ഫിലിം മേക്കറല്ലേ, അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റി, അദ്ദേഹം എടുക്കുന്ന സിനിമകളെ പറ്റി, അതിൻ്റെ പരാജയത്തെപ്പറ്റി, വിജയത്തെപ്പറ്റി, തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കാണാം. അതിലൊക്കെ നമ്മളെ ഇങ്ങനെ തന്നെ വേണം നമ്മളെങ്ങനെ പറയും. മറ്റേതുപോലത്തെ സിനിമ രഞ്ജിത്തൊരു അങ്ങനൊരു ദുഷ്ടനും ദ്രോഹിയാണ്. ചേട്ടൻ എങ്ങനെയാ സിനിമ അഭിനയം തുടരുമോ? മന്ത്രിയായാലും മുഖ്യമന്ത്രിയുടെ സമ്മതം വേണം, അനുവാദം വേണം. അതെ, നല്ല റോളുകൾ വന്നാൽ അപ്പോഴും ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കും. അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ജോലിയുടെ സൗകര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ടും മാറാം. ഞാൻ പൊതുപരിപാടിയൊന്നും ഏറ്റെടുക്കുന്നത്. ഞാൻ പൊതുപരിപാടി ഏറ്റെടുത്ത് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് രാജ്യം മുഴുവൻ ഇറങ്ങിയാണ് ഒരു കാര്യം നടക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നൽകണമെങ്കിൽ നമ്മൾ അവരെ പോകുന്നുണ്ട്. നമ്മൾ കറങ്ങി നടന്ന് ഈ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിലും പോകാറില്ല, രഞ്ജിത്തിനറിയില്ല. ഞാൻ പത്തനാപുരം വിട്ട് എവിടെയും പോകാറില്ല. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. കാരണം അതാവസരങ്ങളിൽ MLA-മാരുണ്ട്, MP-മാരുണ്ട്, അവർക്ക് അവരെ പ്രോട്ടോക്കോളുണ്ട്, അവർക്ക് അതിന് അധികാരമുണ്ട്, അവകാശം. ഉദ്ഘാടനങ്ങളൊക്കെ അവർ ചെയ്യട്ടെ, അതൊക്കെ നമ്മളെന്തിനാ കയറി ചെല്ലുണ്ട്. ഈ ഔദ്യോഗിക വസതി വേണ്ട, സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ. ഔദ്യോഗിക വസതി വേണ്ടാന്ന് ചോദിക്കാൻ കാര്യം പറയുന്നതല്ല. മന്ത്രിയാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുക, അല്ലാതാകുമ്പോൾ എല്ലാം പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അതൊന്നും വേണ്ട. ഞാൻ എൻ്റെ ഭാര്യയും 2-3 പിള്ളേരുമുണ്ട്. അവർ ഒരാൾ വെളിയിലാണ്, 2 പേര് ഇവിടെ ഉണ്ട്. അവർ വന്നും പോയി നിൽക്കും. അപ്പോൾ അതുപോലെ അത് മതി. ഈ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുക ചെലവൊരുക്കലിന്റെ ഭാഗമായിട്ടാണ്. അതല്ല, നമ്മൾ ആവശ്യമില്ലാത്ത ആളുകളെ, ഇതൊക്കെ തലവേദനകളാണ്. ഞാൻ അച്ഛനൊക്കെ ഉള്ള സമയത്താണ് മന്ത്രിയായത്. 2 പേരെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത്. ഈ 2 പേരും കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയുകയും, എന്നെ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ, അത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസാണ്, അതിൽ കള്ളസാക്ഷി പറയുകയും, കാണാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം, പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ 2 പേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു.